ഒക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയമാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് മാനസിക പ്രശ്നമാണ്, വേറെ രോഗമൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഒരു 1500 രൂപയുടെ ഗുളിക ഒരു പ്രാവശ്യം, ഞാൻ താമസിക്കുന്നത് വണ്ടിപ്പെരിയാറാണെങ്കിലും കൊല്ലത്ത് ഞാൻ വണ്ടി പിടിച്ച് പോകുമ്പോൾ എങ്ങനെയാണേലും ഒരു 7500 രൂപ അങ്ങനെയൊക്കെ അന്ന് ചെലവ് ഉണ്ട്. അങ്ങനെ 1.5 ലക്ഷം രൂപ കടത്തി നിൽക്കുമ്പോഴാണ് ഈ അവസരം എനിക്ക് ശ്യാമളാമ്മ കൊണ്ടു തന്നത്. കനകരാജ് സാറും, കനകരാജ് സാറിന്റെ തൊട്ട അയൽവാസിയാണ്, സാറാണ് ശ്യാമളാമിനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് ഒരിക്കലും എൻ്റെ മക്കളോ ഭർത്താവോ ഈ പ്രോഡക്റ്റ് കഴിക്കാൻ തയ്യാറായി ആക്കിയ ഒരു വ്യക്തിയല്ല. എങ്കിൽ പോലും എനിക്ക് സാമ്പത്തികത്തിൽ ഏറ്റവും കുറവുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ചെയ്ത അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തോട്ടത്തിൽ 400 രൂപ ശമ്പളമേ ഉള്ളൂ. പക്ഷെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും എൻ്റെ മോളുടെ സൗദിയിൽ ഞാൻ പോകുമ്പോഴാണ് എനിക്ക് അസുഖം ഉണ്ടായത്. അത് കൊറോണയുടെ സമയമാണ്. അന്നേരം അങ്ങനെ ഒരു വിഷമത്തിലിരിക്കുന്നു. കേൾക്കാവോ ശ്യാമളാമ്മ? കേൾക്കാം, പറഞ്ഞു. അങ്ങനെ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പ്രോഡക്റ്റ് എന്നെപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ ശ്യാമളാമിനോട് പല പ്രാവശ്യം കള്ളം പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വരാതിരിക്കട്ടെ. അതായത് ഒരു വ്യക്തിനെ നമ്മൾ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് വേണ്ടാന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എന്നെ കനകരാജ് സാർ 3-4 പ്രാവശ്യം വിളിച്ചു. എവിടെയാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാൻ ഒരു വ്യക്തിയോട് പോലും എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. തോട്ടത്തിൽ എൻ്റെ സൂപ്രണ്ട് എപ്പോഴും എന്നെ അസുഖമൊക്കെ കുറഞ്ഞോ, ജോലിക്ക് വരാറായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, സാറേ എനിക്ക് തീർത്ത് വയ്യ, പക്ഷെ എൻ്റെ അസുഖം ആരോടും പറഞ്ഞേക്കരുത്, കാരണം അവരെന്നെ കാണാൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി വിഷമമായിരിക്കും, അതുകൊണ്ട് എന്നെ വരരുത്. അങ്ങനെ കനകരാജ് സാർ എൻ്റെ കൂടുതൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ സാറ് എന്നെ കാണാതിരിക്കുമ്പോഴത്തേന് പല പ്രാവശ്യം ഈ പ്രൊഡക്റ്റ് തരാനായിരിക്കും എന്നെ വിളിക്കുമ്പോഴൊന്നും ഞാൻ ഫോൺ എടുക്കാറില്ല. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചപ്പം ഞാൻ കള്ളം പറഞ്ഞു, കനകരാജ ഞാൻ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്യാമളാമാമിനെ ആയിട്ടാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. ശ്യാമള അത് പറയാതെ ഒരു ദിവസം വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ സത്യത്തിൽ വളരെ പുച്ഛത്തോടു കൂടി തന്നെയാണ് ഇതിനെക്കുറിച്ച് കേട്ടത്. കാരണം ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഡോക്ടർ പോലും എന്താണെന്ന് പറയാതെ ഒരു പ്രോഡക്റ്റ്, അതായത് ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് 95 ആണ്. അപ്പൊ ഈ ഒരു മനസ്സിൽ വിചാരിച്ച ഇങ്ങനെ ഈ ഒരു പഴച്ചാറ് കുടിച്ചത് കൊണ്ട് എനിക്ക് എന്താണ് കിട്ടേണ്ടത്, എന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, സാമ്പത്തികം എനിക്കില്ല. അപ്പൊ ഞാൻ ശ്യാമളാമിന് എന്നെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയ സമയത്ത് ശ്യാമളാമ്മ പറഞ്ഞു ഈ പ്രോഡക്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ഞാൻ കഴിക്കില്ല. ഇതിന്റെ വിലയാണ് ആദ്യമേ ചോദിച്ചത്. വില എന്നോട് പറഞ്ഞു 4000 രൂപയാണ്. അന്ന് 3750 ഉള്ളൂ, 3750 രൂപ. അപ്പൊ ഞാൻ ഒട്ടും വേണ്ട എനിക്ക്, കാരണം ഇത്രയും പൈസ എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു, സല്ലമ്മ ശ്രദ്ധിച്ചൊന്നും കൂടെ കേൾക്കുക. അപ്പം ഇതൊരു ബിസിനസ് ആണ്. രണ്ടാമത് ഇത് പറയുമ്പോൾ എന്നോടൊരു ബിസിനസ്സാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ബിസിനസ്സിന് എനിക്ക് താല്പര്യമുള്ള വ്യക്തിയാണ്, പക്ഷെ എണീറ്റ് നടക്കാൻ എനിക്ക് ആരോഗ്യമില്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. അത് ഫോണിലാണ് എല്ലാം, എനിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ ഒരു ഫോണില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര മനസ്സിലാക്കിയാലും ശ്യാമളാമ്മ അതിനുള്ളൊരു വിദ്യാഭ്യാസം എനിക്കില്ല. ഈ 4 കാര്യം, ഒന്ന് ഫോണില്ല, രണ്ടാമത്തെ കാര്യം എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല, എണീറ്റ് നടക്കാനുള്ള ആരോഗ്യമില്ല. അങ്ങനെ ഞാൻ അത് ചെയ്യാൻ മുമ്പോട്ടുള്ള സാമ്പത്തികം ഇല്ല. ഉടനെ എന്നോട് പറഞ്ഞു, 4 വേണ്ട, 4 കാര്യവും ഇല്ലാതെ ഞാൻ പറയുന്നത് അനുസരിക്കുമോ എന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി, എന്തായാലും ഈ മേഡം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്, എന്തായാലും സാറിൽ ഈ പ്രോഡക്റ്റ് കഴിക്കാൻ തയ്യാറാകാം എന്ന് വിചാരിച്ചിട്ട് ശ്യാമളാവും കനകരാജ് സാറും കൂടെ ഈ പ്രോഡക്റ്റ് കൊണ്ട് തരുന്നു. എനിക്ക് കടമാണ് പ്രോഡക്റ്റ് ആദ്യം തന്നത്. അങ്ങനെ ഞാൻ കഴിച്ചു. ഞാനൊരു 3 സിപ്പപ്പ് തന്നെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എനിക്കൊരു ശകലം മാറ്റം പോലെ തന്നു. വിറയിൽ നിന്നൊക്കെ ഒരു ശകലം ഇത് വന്നു. അല്ലെ എനിക്ക് എണീറ്റിരിക്കാനോ കട്ടിലേലിരിക്കാനോ, അല്ലെങ്കിൽ കട്ടിലേൽ നിന്ന് ഞാൻ പിടിച്ച് പിള്ളേരെ കൊണ്ട് എണീപ്പിച്ചാൽ തന്നെ ഞാൻ ജനലിലൊക്കെ പിടിച്ചോണ്ട് നിൽക്കുകയുള്ളൂ. കാരണം എനിക്ക് വിറയിലാണ്, പുറകോട്ട് മറിയുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. എല്ലാവരും പറയും വീണ് കഴിഞ്ഞാൽ പിന്നെ എവിടെ നമുക്ക് ചെന്ന് അടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി വിഷമത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ഈ അവസരം എനിക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും 95 കഴിച്ചു. എനിക്ക് നല്ലൊരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടി. ഞാൻ അങ്ങനെ ഒരു 15 എണ്ണമൊക്കെ കഴിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പം പിന്നെ
പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ആരോഗ്യമൊക്കെ ആയി. അപ്പൊ സാറൊക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സെല്ല, പ്രശ്നങ്ങളൊക്കെ അല്ല എങ്ങനെയുണ്ട് അസുഖമൊക്കെ? അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടി, അത് കൊണ്ടുവന്ന് തന്നു, ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, 3750 രൂപയാ. അപ്പൊ അത്രയും കൂടുതലായതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒരെണ്ണം കഴിച്ച് നിർത്താമെന്നാണ് തോന്നിയെന്ന് പറയുമ്പോൾ പറഞ്ഞു, തോട്ടത്തിൽ നിന്ന് ബില്ല് തരാം, എന്തായാലും സാരമില്ല, അത് കഴിച്ചോ നല്ലതാണെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നു. ശമ്പളാവിന് പൈസയൊക്കെ കടം വീട്ടി. രണ്ടാമത്തെ പ്രാവശ്യം കഴിക്കാൻ നേരം വീണ്ടും ഒരെണ്ണം ഫുള്ള് മേടിക്കണ്ട, അത് പൊട്ടിച്ച് 15 എണ്ണം തരാന്ന് പറഞ്ഞാൽ 15 എണ്ണം കൂടെ കഴിച്ചു. അതിലായപ്പോ എനിക്ക് നല്ല സുഖമായി. അങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ച് ഞാൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. പതിയെ പതിയെ പോയിട്ട് രണ്ടാമത് അവിടെ ചെന്നപ്പോഴത്തേക്കിനും അത് കഴിഞ്ഞിട്ട് ഈ 95 എന്നെ മേഡം പരിചയപ്പെടുത്തി. ഞാൻ ആ പ്രൊഡക്റ്റ് കഴിച്ചു. എനിക്ക് അങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടി. തൊട്ട് പുറകെ എന്നോട് പറഞ്ഞു, സെല്ല മേഡം ഒത്തിരി ഗുളികയൊക്കെ കഴിച്ചതല്ലേ, അപ്പൊ അങ്ങനെ കഴിച്ചതാണെങ്കിൽ കനകരാജ് സാർ എന്റെ തൊട്ട് കൂടെ ഉണ്ട്, എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ്. അപ്പം ശമളാമിനെ അറിയിക്കുക. അങ്ങനെ അറിയിച്ച് എനിക്ക് ഡെയിലി ഡീറ്റോസും ബ്ലഡ് പ്യൂരിഫയറും എനിക്ക് തരാറുണ്ട്. അപ്പൊ അതങ്ങനെ തന്നു. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഓവർ ബ്ലീഡിങ് ആയിരുന്നു. ആ ബ്ലീഡിങ് അതിന് വേണ്ടിയിട്ട് വുമൻ കമ്പാനിയൻ സൈക്ലോവ 8.4 എന്റെ വയറ്റിലെ മുഴ. ബ്ലീഡിങ്ങിന് വേണ്ടി പോയി പരിശോധിച്ചപ്പോ 8.4 ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സൈക്ലോബ, ബ്ലഡ് പ്യൂരിഫയർ, വുമൻ കമ്പാനിയൻ, അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ, അങ്ങനെ ഒരു മാസത്തോളം അത് കഴിച്ച് ഞാൻ പോയി പരിശോധിച്ച് വീണ്ടും സ്കാൻ എടുത്ത് ഡോക്ടറിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ചൊങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട, അതുകൊണ്ട് ഇത് ഈ രീതിയിൽ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കഴിച്ചു. ഇപ്പൊ 5 വർഷമായി. സാധിച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓവർ വെയിറ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ ഉപ്പൂറ്റി വേദന എപ്പോഴും ഒരു 15 മിനിറ്റെങ്കിലും കട്ടിലേൽ എണീറ്റിരുന്നതിന് ശേഷം എണീറ്റ് നടക്കാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉപ്പൂറ്റി വേദനയ്ക്ക് പിന്നെ ഐഹീൽ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ എപ്പോഴും നെഞ്ചരിച്ചിലും പുറംപൊട്ടലും ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വെൽഹാർട്ട് കഴിച്ചു. ഇതെല്ലാം കഴിക്കുമ്പോൾ വയറിനൊരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇമ്മ്യൂണോ3 പ്ലസും അതുപോലെ പ്രോബയോട്ടിക്കും ഞാൻ ആ പ്രൊഡക്റ്റ് കഴിച്ചു. അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദനയ്ക്ക് ഐഹീൽ ഉപയോഗിച്ചു. എപ്പോഴും ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട്, അതുപോലെ മൈഗ്രെയിന്റെ ഗുളിക ഞാൻ കഴിച്ചിരുന്നു. പ്രഷറിന്റെ ഗുളിക ഞാൻ കഴിച്ചത് 80 ഡോസ്, രാവിലെ 40, വൈകിട്ട് 40. അങ്ങനെ നമ്മുടെ ചാമ്പിത്തയിലും തലയിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും എനിക്ക് നല്ല കണ്ണിന്, മോളുടെ അടുത്തുനിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ മോക്ക് പ്രസവത്തിന് നോക്കാൻ വേണ്ടി പോയതാ. 38 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾ എന്നോട് നിൽക്കാൻ വേണ്ടി ഒത്തിരി നിർബന്ധിച്ചു. ഞാൻ നിന്നില്ല. കാരണം എന്റെ കണ്ണ് ചുമന്ന് ചോര പോലെയാണ് കിടന്നത്. ചെല്ലുന്ന ഉടൻ തന്നെ എനിക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത മോളുടെ കൂട്ടുകാരി പറഞ്ഞു, ഇവിടെ ഹോസ്പിറ്റലുണ്ട് ഉമ്മ, എന്റെ അടുത്ത് നിൽക്കാവോ, ഞാൻ കാണിക്കാന്ന് പറഞ്ഞു. മോളും എന്നെ നിർബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് എന്റെ നാട്ടിൽ ചെന്ന് പെട്ടെന്ന് എനിക്ക് അത്രമാത്രം പിന്നെ ഇതാണ്. എനിക്ക് ആദ്യത്തെ പ്ലെയിനിൽ തന്നെ എനിക്ക് എത്ര ടിക്കറ്റ് ആയാലും വേണ്ടില്ല, എന്നെ വീട്ടിൽ കൊണ്ടുവിടണമെന്നൊക്കെ പറഞ്ഞാണ് എന്റെ മോളോട് വഴക്കിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നത്. കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി കണ്ണാടി വാങ്ങിച്ചു. അപ്പൊ കണ്ണാടി വാങ്ങിച്ചപ്പോ എനിക്ക് അത് വെച്ചപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത, കുഴിയിലേക്ക് പോകുന്നത് പോലെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ തോന്നി. ഞാൻ ആ കണ്ണാടി ഉപയോഗിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശ്യാമളാമ്മ എനിക്ക് വീണ്ടും, അന്ന് നമ്മുടെ ഹൈ എനർജി വന്നിട്ടില്ല എങ്കിൽ പോലും പിന്നെ അതിന്റെ ഒരു 2-3 ആഴ്ചയൊക്കെ ആയതേ ഉള്ളൂ. ഈ കണ്ണിങ്ങനെയൊക്കെ ചുമന്ന് അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി കിടക്കുന്നു. എനിക്കും ഒരു പേടി, വെപ്രാളോ അങ്ങനെയൊക്കെ വന്നു. പക്ഷെ എങ്കിലും ആ ഹൈ എനർജി കനകരാജ് സാറ് ഇതുപോലെ പറഞ്ഞു, മാമി ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അപ്പം അത് ശമ്പളം ഉപയോഗിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ പ്രോഡക്റ്റ് കനകരാജ് സാറ് കൊണ്ടുതന്നു. അങ്ങനെ ഞാൻ പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. വീട്ടിൽ കൊണ്ടുവന്നപ്പോ പറഞ്ഞു, മക്കളും ഭർത്താവും പറഞ്ഞു, കണ്ണാണ്, സൂക്ഷിച്ച് ഉപയോഗിച്ചോണമെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ എന്റെ പ്രൊഡക്റ്റ്, എനിക്ക് 95 കഴിച്ച റിസൾട്ട് കിട്ടിയതുകൊണ്ട് എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. നമ്മുടെ ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ അങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഒരു ദിവസം എനിക്ക് തോട്ടത്തിൽ രാവിലെ തന്നെ, എല്ലാ ദിവസവും മോർണിംഗ് രാവിലെ തന്നെ കനകരാജ് സാർ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ വിളിക്കുന്ന സമയത്ത് ഒരു ദിവസം സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നോട് ചോദിച്ചു, എന്താ മാമി, അത് മൂക്കടഞ്ഞിരിക്കുവാണ്, ജലദോഷം അതുകൊണ്ടാന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐഹീൽ, അല്ല പ്രോംനാസിക. ഇപ്പൊ തന്നെ മാമി എവിടെയാ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം തന്നെ കൊണ്ടുവന്ന് എനിക്ക് ആ പ്രോംനാസിക തന്നു. മൂക്കിലൊഴിച്ച് ഒരു 2 മിനിറ്റ് പോലും കിട്ടുന്നതിന് മുമ്പ് നല്ലൊരു ആശ്വാസം, കഫം കുറെ പുറത്തേക്ക് പോവുകയും അങ്ങനെയൊക്കെ കിട്ടി. നല്ല അതായത് ഞാൻ എല്ലാ പ്രോഡക്റ്റും കഴിച്ചു. ഒത്തിരി സമയമാകുന്നത് കൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റിനെ കുറിച്ച് കഴിച്ചതിന്റെ എല്ലാം വിശദീകരിക്കുന്നില്ല. എങ്കിൽ പോലും എല്ലാ പ്രോഡക്റ്റും ഞാൻ കഴിച്ചപ്പോൾ തന്നെ എന്തായി, എനിക്ക്
അത്രയും പ്രോഡക്റ്റിന്റെയും കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിനെ കണ്ടാൽ പറയാനുള്ള ഒരു അവസരം എൻ്റെ പ്രോഡക്റ്റിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ എനിക്കൊരു ഇപ്പൊ അടുത്ത നാളിൽ കിട്ടിയത് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരയ്ക്ക് വൈകിട്ട് ഇവിടെ മകന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ വയറിളക്കം ഛർദി ഒന്ന് എൻ്റെ ഭർത്താവ് പോയി 5-6 പേരയുടെ ഇല എടുത്തോണ്ട് വന്ന് വെള്ളം തിളപ്പിച്ചിട്ടു. രാവിലെ ആയപ്പോഴത്തേക്കിനും ആ പേരയുടെ ഇല എടുത്ത് അവര് കുടിച്ചില്ല. ഞാൻ രാവിലെ പേരയിലയുടെ വെള്ളം ഔഷധമാണ്, എല്ലാരും പറയുന്നതും കേൾക്കാം. പക്ഷെ എന്താണോ അതിന്റെ കടുപ്പം കൂടിയിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, നല്ല കടുപ്പത്തിലാണ് വെള്ളം കിടന്നത്. ഞാൻ രാവിലെ എടുത്ത് കുടിച്ചപ്പോഴത്തേനും ഒരു 8:30 ആയപ്പോൾ മോള് നീറ്റി വന്നിട്ട് ചോദിച്ചു, അമ്മ ഈ വെള്ളം കളഞ്ഞേക്കട്ടെ. ഇല്ല വേണ്ട, പേരയുടെ വെള്ളമല്ലേ എനിക്ക് തരാൻ പറഞ്ഞു. ഞാനത് കുടിച്ചൊരു 15 മിനിറ്റ്, അതുവരെ ഞാൻ ഒരു ആഹാരം കഴിച്ചതല്ല. പിന്നെ അന്നേരത്തേക്കിനും ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് നമുക്കൊരു ബ്ലോക്ക് വന്ന് നിൽക്കുന്നത് പോലെ ശരീരം മുഴുവൻ പെട്ടെന്ന് ചൊറിയുകയും ഉള്ളിൽ നിന്നും ആ ഒരു ശ്വാസം എടുക്കാൻ മേലാത്ത തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും, ചെവിയെല്ലാം അങ്ങോട്ട് അടഞ്ഞപ്പോഴത്തേക്കിനും അത് വല്ലാത്ത ഒരു അസ്വസ്ഥത പോലെ ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ നേരത്തെ ആണെങ്കിൽ എൻ്റെ മോൻ അലർജി ഉള്ളപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. മാം കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോ കേൾക്കാം. കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിന്റെ അടുത്തും പോകേണ്ടി വന്നില്ല. ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകൾ പൊട്ടിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ആന്റി അലർജി, ബ്ലഡ് പ്യൂരിഫയർ, അതുപോലെ തന്നെ ആയുശ്വാസ, കവചപ്രാശം, ബ്ലഡ്, ഇത്രയും പ്രൊഡക്റ്റുകൾ പൊട്ടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ കുടിച്ച് എനിക്ക് അള്ളാഹ് സഹായിച്ചിട്ട് നല്ല റിസൾട്ട് അപ്പം തന്നെ എനിക്ക് കിട്ടി. അന്ന് നമ്മുടെ കുമിളി മീറ്റിംഗ് ആണ്. ഞാൻ ഒത്തിരി വിഷമിച്ചു ഇന്നങ്ങനെ മീറ്റിങ്ങിന് പോകുന്നു. പക്ഷെ ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ആ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ നല്ല റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് എടുക്കാൻ പറ്റിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് എൻ്റെ അപ്ലൈ ലീഡേഴ്സ് 2 പേരും എനിക്ക് തന്നു കാണിച്ചത് 95 ആണ്. അപ്പം ഞാൻ എൻ്റെ ഏത് പോയി ഒരു ലീഡേഴ്സിനെ കണ്ടാലും ആദ്യം ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കുന്നത് ഡെയിലി ലിറ്റോസും അതുപോലെ ബ്ലഡ് പ്യൂരിഫയർ സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ ജനിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അശുദ്ധിയായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്, ടോക്സിൻ മുഴുവൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ലിറ്റോസ് കൊടുക്കാറുണ്ട്. അത് കൊടുത്തതിന് ശേഷം ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡും, അതായത് ബ്ലഡിനെ അഴുക്കാക്കി കഴിഞ്ഞാൽ ഈ 2 രോഗം കൊണ്ട് നമുക്ക് രോഗം ഉണ്ടാവും. ഇത് 2ഉം കൊടുത്താൽ തന്നെ പിന്നെ ഞാൻ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് 95 ആണ്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ തായ്ലാൻഡ് ട്രിപ്പ് ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാല്, എനിക്ക് എപ്പോഴും ശമ്പളമൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യമായിട്ട് പ്രോഡക്റ്റ് പോയി കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ 95ഉം കവചപ്രാശവും ഇങ്ങനെയുള്ള വലിയ പ്രോഡക്റ്റ് അല്ലാതെ ചെറിയ പ്രോഡക്റ്റ് ഞാൻ പിടിക്കാറില്ല. അതിൽ ചെറുത് എടുക്കുന്നുണ്ടെങ്കിൽ വെൽഹാർട്ട് എടുക്കും. പിന്നെ അങ്ങനെ ചെറിയ പ്രോഡക്റ്റ് കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ. ബാക്കി എളുപ്പം വിൽക്കാൻ പറ്റുന്നതല്ലേ, അത് തന്നെയല്ലേ എല്ലാവർക്കും 95 കൊടുത്ത റിസൾട്ട് അല്ലേ എന്ന് ഓർത്ത് ഞാൻ 95 ഏറ്റവും കൂടുതൽ പിടിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ തായ്ലാൻഡ് ട്രിപ്പ് വിൻ ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് കുറെ ചെറിയ പ്രോഡക്റ്റുകൾ എടുത്തു വെച്ചു. ആ പ്രോഡക്റ്റ് എടുത്തു വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് എൻ്റെ ആ ഒരു അലർജി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം തായ്ലാൻഡ് ട്രിപ്പ് വിൻ ചെയ്തത് കൊണ്ട് 2 കാര്യം മനസ്സിലായി. ഒന്ന്, തായ്ലാൻഡിൽ പോകാനുള്ളൊരു സന്തോഷം. രണ്ടാമത് എന്താണ്, ചെറിയ പ്രോഡക്റ്റ് ഇരിക്കുന്നത് കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് എല്ലാവരിൽ നിന്നും എടുക്കാൻ, അതായത് ഏത് ലീഡേഴ്സിനെ കണ്ടാലും എടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ 2 കാര്യം അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കത് ആ ലീഡർ 5 വർഷമായിട്ട് കാരിത്താസ് ചികിത്സയിൽ ഇരുന്നാണ്. എപ്പോഴും നടുവേദനയ്ക്ക് വേണ്ടിയിട്ട് നട്ടലിന് ക്യാൻസർ ആയിട്ടിരുന്ന ഒരു വ്യക്തിയാ. അപ്പൊ അവിടെ ചെന്ന് ചികിത്സിച്ചപ്പോൾ ലാസ്റ്റ് ടൈം ആയപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ ഇത് ഹീമോ ചെയ്യണം, ഹീമോ ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ, നിങ്ങളുടെ വരുമാനം എന്താണെന്നൊക്കെ പറഞ്ഞു. അവർക്ക് വരുമാനമൊന്നും ഇല്ലാന്നും പറഞ്ഞു ഓടി. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആദ്യമൊക്കെ ആ ലീഡേഴ്സിനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ നമ്മളിലോട്ട് അടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അവർ ഓടി സംസാരിച്ചപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞൊന്ന് സമ്മതിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നട്ടലിന് വേദനയ്ക്ക് വേണ്ടി നോവേദന ജെല്ല്, ചാമ്പിത്തൈലം, അതുപോലെ തന്നെ അവർക്ക് ആഹാരം കഴിക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ക്ഷീണിച്ച് ഇങ്ങനെ എല്ല് പോലെ ഇരുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് വേണ്ടി പ്രോട്ടീൻ പൗഡർ 95 സ്പാനില ഗോൾഡ്, അതുപോലെ തന്നെ നമ്മുടെ 95 ഇമ്മ്യൂണോ3+, ഇത്രയും പ്രോഡക്റ്റ് ആഡ് ചെയ്തു ഒരു മാസം. ഒരു മാസം ചെയ്തപ്പോൾ തന്നെ അവർക്ക് നല്ല ആശ്വാസവും നല്ല ഒരു റിസൾട്ടും അവർക്ക് കിട്ടിയപ്പം അവരുടെ 95 തീർന്ന ഉടനെ രണ്ടാമതും നമ്മൾ അതുപോലെ പ്രൊഡക്റ്റ്
പ്രോഡക്റ്റ് കൊടുത്തു. ഇപ്പൊ 3-ാമത്തെ മാസമായി. അത് സഹായിച്ചിട്ട് അവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരൊരു കട നടത്തുന്നുണ്ടായിരുന്നു, അവർക്ക് തീർത്ത് ഭർത്താവും മരിച്ചാണ്. ഇപ്പൊ അവരാ കടയൊക്കെ നടത്തി സന്തോഷമായിട്ട് നല്ല റിസൾട്ടില് അവര് മുമ്പോട്ട് പോകുന്നു. ഇനി ഒരുപാട് റിസൾട്ടുകളൊക്കെ പറയാനുണ്ട്. ഞാൻ വീണ്ടും അടുത്ത പ്രാവശ്യം വന്ന് ഷെയർ ചെയ്യുന്നതാണ് എല്ലാവർക്കും. അതായത് ഇന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരം തന്ന ശ്യാമള മാമിന് എല്ലാവിധ ആശംസയും നന്ദിയും പറഞ്ഞുകൊണ്ട് തന്നെ ഈ കേട്ടിരുന്ന എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു സൽന മാം. സത്യം പറഞ്ഞാല് സൽന മാമിന്റെ ഒരു എക്സ്പീരിയൻസ്, സൽന മാം എനിക്ക് സംസാരിക്കാൻ അറിയില്ല.